നമസ്കാരം. ബോളിവുഡ് താരമായ ആലിയ ഭട്ടും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ദില്ലിയിലേക്ക് തിരിക്കുമെന്ന വിവരം നേരത്തെ വന്നതായിരുന്നു. രാജ് കപൂറിന്റെ ശതാബ്ദിക്ക് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് കപൂർ കുടുംബം തയ്യാറെടുത്തത്. രാജ് കപൂറിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഫിലിം ഡെറിജേറ്റ് ഫൗണ്ടേഷനുമായി നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അന്തരിച്ച നടനും സംവിധായകനുമായ കപൂർ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രാജ് കപൂറിന്റെ പാരമ്പര്യത്തെ ആദരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ചലച്ചിത്രമേളയിലേക്ക് പ്രധാനമന്ത്രി മോദിയെ ക്ഷണിക്കാനായിരുന്നു ഈ യാത്ര. എന്നാൽ കപൂർ കുടുംബം മോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയതിന്റെ ചിത്രങ്ങൾ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. രൺബീർ കപൂർ, ആലിയ ഭട്ട്, കരീന കപൂർ ഖാൻ, സെയ്ഫ് അലി ഖാൻ, കരിഷ്മ കപൂർ, നീതു കപൂർ, റിത്മ കപൂർ തുടങ്ങിയവരും മറ്റ് കുടുംബാംഗങ്ങളും മോദിയെ കണ്ട് സംസാരിച്ചു. പ്രധാനമന്ത്രിയെ കണ്ട നിമിഷങ്ങൾ കരീന കപൂർ, കരിഷ്മ കപൂർ എന്നിവർ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. കരീനയും ഭർത്താവും സെയ്ഫ് അലി ഖാനും മോദിയോടൊപ്പം നിൽക്കുന്ന ചിത്രവും മക്കൾക്കായി ഓട്ടോഗ്രാഫ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും കരീന പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിട പറഞ്ഞ അതുല്യ കലാകാരൻ രാജ് കപൂറിന്റെ 100ാം ജന്മവാർഷികം ഡിസംബർ 14-ന് ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയ്ക്ക് രാജ് കപൂർ നൽകിയ അതുല്യ സംഭാവനകളെ ഓർമ്മിക്കുന്നതിന് വേണ്ടി കൂടിയാണ് കപൂർ കുടുംബം ആർക്കൈവ് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചത്. കരീനയുടെയും രൺബീർ കപൂറിന്റെയും ഒക്കെ മുത്തച്ഛനാണ് രാജ് കപൂർ. മോദിയെ കാണാനും രാജ് കപൂർ ചലച്ചിത്രമേളയിലേക്ക് ക്ഷണിക്കാനുമെത്തിയ കപൂർ കുടുംബം പ്രധാനമന്ത്രിയോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു. അതേസമയം ആഗ്, ബർഗാത്ത്, അവാര, ശ്രീ 420, മേരാ നാം രാജ് എന്നിവർ ഉൾപ്പെടെ രാജ് കപൂർ അഭിനയിച്ച 10 പുനഃസ്ഥാപിച്ച ക്ലാസിക് സിനിമകൾ ചലച്ചിത്രമേളയിൽ പ്രദർശിക്കുമെന്നാണ് വിവരം. 2024 ഡിസംബർ 13 മുതൽ 15 വരെ രാജ്യത്തുടനീളം 40 നഗരങ്ങളിലും 135 തിയേറ്ററിലുമായി രാജ് കപൂറിന്റെ ഐക്കണിക് സിനിമകളുടെ പ്രത്യേക പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ആരാധകരെ ക്ഷണിച്ചുകൊണ്ട് കരീന കപൂർ ഖാൻ സോഷ്യൽ മീഡിയയിൽ 3 ദിവസത്തെ ഇന്റർനെറ്റ് വിശദാംശങ്ങൾ പങ്കിട്ടു. പ്രതീകാത്മകമായ 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. രാജ് കപൂറിനെ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നിരവധി ചലച്ചിത്ര പ്രവർത്തകരെയും കലാകാരന്മാരെയും ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. കഥ പറച്ചിൽ, ശ്രുതിമധുരമായ സംഗീതം, കലാതീതമായ ആകർഷണം എന്നിവയ്ക്ക് പേരുകേട്ട രാജ് കപൂറിന്റെ സിനിമകൾ സിനിമാ നിർമ്മാതാക്കളുടെയും പ്രേക്ഷകരുടെയും തലമുറകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഐക്കണിക് സിനിമകൾ അവയുടെ കലാപരമായ കാഴ്ചപ്പാടിനും സാമൂഹിക പ്രസക്തിക്കും വേണ്ടി ആഘോഷിക്കപ്പെടുന്നുവെന്നാണ് രൺബീർ കപൂർ പറയുന്നത്. എന്നാൽ കപൂർ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ദില്ലിയിലേക്ക് പുറപ്പെട്ടതിന് മുതൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഊഹാപോഹങ്ങൾക്ക് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.